ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത വിധത്തിലുള്ള ഒരു ജനമുന്നേറ്റത്തിനാണ് അമേരിക്ക ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. 9 മില്യൺ ജനങ്ങളാണ് ഒരൊറ്റ ലക്ഷ്യവുമായി തെരുവിലിറങ്ങിയിരിക്കുന്നത്. ഒരു രാജ്യം മുഴുവൻ ട്രംപിന്റെ നയങ്ങൾക്കെതിരെ ഒറ്റക്കെട്ടായി നിലകൊള്ളുന്ന കാഴ്ചയാണിത്. പണപ്പെരുപ്പം, വിദേശ നയങ്ങളിലെ പാളിച്ചകൾ, വർദ്ധിച്ചു വരുന്ന ആഭ്യന്തര കലഹങ്ങൾ എന്നിവയിൽ സഹികെട്ട ജനങ്ങൾ വൈറ്റ് ഹൌസിന് മുന്നിൽ തടിച്ചുകൂടിയിരിക്കുകയാണ്. അമേരിക്ക ബേൺസ് എന്ന മുദ്രാവാക്യം കേവലം ഒരു വാക്കല്ല, അത് ഭരണകൂടത്തോടുള്ള കടുത്ത രോഷമാണ്. ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു, കടകമ്പോളങ്ങൾ അടഞ്ഞു. ട്രംപ് ഭരണകൂടത്തിന് ഇനി അധികകാലം മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന ശക്തമായ മുന്നറിയിപ്പാണ് ഈ ജനക്കൂട്ടം നൽകുന്നത്. പോലീസ് സേനയ്ക്കും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം പ്രതിഷേധം ആളിപ്പടരുകയാണ്. തെരുവുകൾ പ്രതിഷേധം കൊണ്ട് കത്തുമ്പോൾ ട്രംപിന്റെ യാത്രകൾ പോലും തടസ്സപ്പെടുന്ന കാഴ്ചയാണ് ഫ്ലോറിഡയിൽ കണ്ടത്. പാം ബീച്ച് വിമാനത്താവളത്തിൽ ട്രംപ് ഫോഴ്സ് 1 റൺവേയിൽ കുടുങ്ങിയത് ലോകത്തെ മുൾമുനയിൽ നിർത്തിയ ഒരു മണിക്കൂറായിരുന്നു. 1 മണിക്കൂറോളം വിമാനം റൺവേയിൽ നിശ്ചലമായി. റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. സീക്രട്ട് സർവീസ് വിമാനം വളഞ്ഞു. സാങ്കേതിക തകരാറെന്നാണ് ഔദ്യോഗിക വിശദീകരണമെങ്കിലും ട്രംപിനെതിരെ ഇത്രയും വലിയ പ്രതിഷേധം രാജ്യത്തുടനീളം നടക്കുമ്പോൾ ഇത്തരമൊരു സംഭവം ഉണ്ടായത് വൻ സുരക്ഷാ വീഴ്ചയായാണ് വിലയിരുത്തപ്പെടുന്നത്. സ്വന്തം വിമാനത്തിൽ പോലും ട്രംപ് സുരക്ഷിതനല്ലേ എന്ന ചോദ്യം ഇതോടെ ശക്തമായിരിക്കുന്നു. രാഷ്ട്രീയ ശത്രുക്കൾ ഇതിനു പിന്നിലുണ്ടോ എന്ന സംശയവും സോഷ്യൽ മീഡിയയിൽ പുകയുകയാണ്. ഒരേ സമയം ജനക്കൂട്ടത്തിന്റെ പ്രതിഷേധവും സാങ്കേതികമായ തടസ്സങ്ങളും ട്രംപിനെ വരിഞ്ഞു മുറുക്കുകയാണ്. പാം ബീച്ചിലെ ആ 1 മണിക്കൂറും അമേരിക്കൻ തെരുവുകളിലെ ലക്ഷക്കണക്കിന് വരുന്ന പ്രതിഷേധക്കാരും നൽകുന്ന സൂചന ഒന്നു മാത്രമാണ്: ട്രംപിന്റെ രാഷ്ട്രീയ ഭാവി കടുത്ത പ്രതിസന്ധിയിലാണ്. ഭരണകൂടത്തിന് നേരെ ഉയരുന്ന ഈ വെല്ലുവിളികൾ കേവലം രാഷ്ട്രീയ തർക്കങ്ങളല്ല, മറിച്ച് ജനങ്ങളുടെ അസ്തിത്വത്തിനായുള്ള പോരാട്ടമായി മാറിക്കഴിഞ്ഞു. ലോകരാജ്യങ്ങൾ അതീവ ജാഗ്രതയോടെയാണ് അമേരിക്കയിലെ ഈ മാറ്റങ്ങളെ നിരീക്ഷിക്കുന്നത്. ഈ തിരിച്ചടികളെ അതിജീവിക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ, അതോ ഇതൊരു വലിയ പതനത്തിന്റെ തുടക്കമാണോ? വരും ദിവസങ്ങളിൽ അമേരിക്കൻ മണ്ണിൽ നിന്നും വരാനിരിക്കുന്ന വാർത്തകൾ ലോകത്തിന്റെ തന്നെ ഭാവിയെ മാറ്റിയെഴുതിയേക്കാം.